എവിടെ പോയി ഋഷി നിന്റെ MG കോളേജിലെ പഴയ സ്വരൂപം? കോളേജിൽ കുത്തു കിടന്നപ്പോ പാർട്ടിക്കാരെയും ഗുണ്ടകളെയും വകവയ്ക്കാതെ കുത്തിയോനെ എടുത്തുകൊണ്ടുപോയനല്ലേ നീ? എന്നിട്ടാ ഇപ്പൊ വേറെ ഒരു കാളക്കാരന്റെ മുമ്പില്. ശരിയാടാ, പഴയ കഥകളൊന്നും മറന്നിട്ടില്ല. മനഃപൂർവ്വം ഓർക്കാതിരിക്കുന്നതാ വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോ. പക്ഷേ ഒന്ന് നീ ഓർത്തോ, ആ അത്തക്കാരൻ ജോസിന്റെ അവസാനം എന്റെ കൈകൊണ്ടാ. ക്ഷമിക്കണമെന്ന് പറയാൻ കൂടി എനിക്ക് വയ്യ. ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ വർക്കിച്ചിനെ ശപിച്ചു എന്നുള്ള സത്യ. പക്ഷേ ഒരിക്കലും ഇങ്ങനെയൊരവസ്ഥയിൽ ഞാൻ വർക്കിച്ചിനെ കാണാൻ ആഗ്രഹിച്ചിട്ടില്ല. വിചാരിച്ചതൊക്കെ നടത്തണമെന്ന് ആഗ്രഹിച്ചവനായി ഞാൻ. എല്ലാം വിധി. ശരിയാ, ഇനി ഓരോന്ന് ആലോചിച്ചിട്ട് എന്താ കാര്യം? വരുന്നതെല്ലാം നല്ലതിനൊന്നല്ലേ പ്രമാണം? തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല വർക്കിച്ച. ഓരോരോ സന്ദർഭങ്ങൾ വരുമ്പോ നമ്മൾ ഓരോന്ന് പഠിക്കുന്നു. വർക്കി പഠിക്കാൻ ഇത്തിരി വൈകി. രോഗമില്ലാത്തവരെ അല്ല, രോഗികളാണ് എനിക്ക് ആവശ്യം. കർത്താവ് പറഞ്ഞ എത്ര സത്യമാണ്. കുടുംബ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാതെ വർക്കി ഒത്തിരി അഹങ്കരിച്ചു. മത്സര ഓട്ടത്തിൽ തളർന്ന് ഒടുവിലിതാ. വർക്കിച്ച, ഇതിരിക്കട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടോ? വെച്ചോളൂ. പണത്തിന് ബുദ്ധിമുട്ടുള്ള സമയമല്ലേ. ഒരു ഉയർച്ചയ്ക്കൊരു താഴ്ചയുണ്ട്, ഒരു താഴ്ചയ്ക്കൊരു ഉയർച്ചയും. വർക്കിച്ചിന് ഇനിയും ഉയരും. കാര്യം കുട്ടപ്പൻ ആളൊരു പഞ്ചാരയാണെന്നും പാരയാണെന്നൊക്കെ നാട്ടുകാർ പറയും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ മനസ്സിൽ ഇത്തിരി നന്മ ബാക്കിയുണ്ട്. കുട്ടപ്പൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ? എന്താ അന്നമ്മേടത്തി, ഒരാപത്ത് വരുമ്പോ കുട്ടപ്പൻ കളവ് പറയോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. മൂസയുടെ ചങ്ങാതി റഹീമിന്റെ കയ്യിൽ നിന്ന് ജോസ് പണം എണ്ണി വാങ്ങുന്നത്. നമ്മളിനി എന്ത് ചെയ്യും? തോമസ് ഊട്ടി ലിസി സോഫിയുടെ അറിഞ്ഞ ദൈവമേ. ഞാൻ ഈ വിവരം ഋഷിയും ഗോപിമാഷിനെ അറിയിച്ചിട്ടുണ്ട്. അവരും വേണ്ട ചെയ്യാതിരിക്കില്ല. സമാധാനമായിട്ടിരിക്കും. വാടുന്ന മിഴികൾ തേടുന്നതാരയോ, വാടുന്ന മിഴികൾ തേടുന്നതാരയോ, വീണ്ടും ഈ കാളപ്പോരിൽ വീണുവോ നീ? മാനത്ത് തീമരം എറിയാൻ തുടങ്ങിയോ? ആരറിഞ്ഞു? ഇരുളുന്നു കൂടാരം ജീവന്റെ പൈങ്കിളി, മുറിവേറ്റു വീണു പോയി നിന്റെ മോഹം. കണ്ണീർ തുടയ്ക്കുവാൻ കയ്യാൽ തലോടുവാൻ കനിയുമോ കാണാത്ത സ്വർഗരാജ്യം, കനിയുമോ കാണാത്ത സ്വർഗരാജ്യം. കയ്യും കെട്ടി നോക്കി നിന്ന കയ്യൊക്കെയുള്ളവർ കൊണ്ടുപോകും ആലീസിനെ, അല്ലേ മാഷേ? ജോസ് തേനിക്കാരനല്ലേ, ഞാൻ പള്ളിപ്പുറത്തുകാരനാ. ആരാ ആലീസിനെ കൊണ്ടുപോകാന്ന് മാഷ് നോക്കിയോ? ഗോപി മാഷേ, അല്പസ്വല്പമൊക്കെ രാഷ്ട്രീയം കൂട്ടിനുള്ളതുകൊണ്ട് പറയാന്ന് വിചാരിക്കരുത്. മാഷ് പോയി അവളെ വിളിച്ചിട്ട് കൊണ്ടുവരണം. അത്രയ്ക്കൊന്ന് പോണോ മാഷേ? 4 ആളെ അറിയിച്ചിട്ട് നടത്തിയാ പോരെ? അതല്ല മാഷേ, ആർക്കെ പറഞ്ഞതിന് കാര്യമുണ്ട്.
മാഷന്മാരെന്ന് പറഞ്ഞ് നമ്മൾ താണുകൊടുത്ത നമ്മുടെ തലയിക്കരല്ലേ മറ്റുള്ളവര്. ഇനി മുണ്ടുമുറുക്കിയോട് തിറങ്ങിയാലേ ശരിയാവൂ. മാഷ് ഇത്രയും ധൈര്യം സംഭരിച്ചെങ്കിൽ ഇനി വൈകിക്കൂടാ. വൈകിക്കൂടെന്നല്ല, ഒട്ടും വൈകിക്കൂടാ. ആ ജോസ് അവരുടെ മർമ്മത്തിൽ തന്നെ കുത്തിയിരിക്കുക. അയാൾ ആ കളെ അറക്കാൻ കൊടുക്കാൻ പോവുക. ആ കാള അവരുടെ ജീവനാണ്. ഇപ്പൊ നമ്മളതിനെ ചെറുത്തില്ലെങ്കിൽ എനിക്കെന്റെ ആലീസിന് നഷ്ടമാവും. നാളെ അയാൾ അതിന് വെക്കില്ല. അയാൾക്ക് അതിന് കഴിയില്ല. തീർച്ച. ജോസൂട്ടിയില്ലേ, കാളയെ കൊണ്ടുപോകാൻ ആള് വന്നു. ഒന്നും വിചാരിക്കരുത്. ജോസൂട്ടി പറഞ്ഞ പൈസ റഹീം എണ്ണി കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടമുണ്ടായിട്ടല്ല, ജോസ് നിർബന്ധിച്ചിട്ടാ. കഴിച്ചോ. വേണ്ട മൂസാക്ക, ഞങ്ങളുടെ കാളെ കൊണ്ടുപോവല്ലേ. ഈ ജോസ് അഡ്വാൻസ് വാങ്ങിച്ചെങ്കിൽ കാളെ കൊടുക്കാനും അറിയാം. വരി ഉടച്ച് വണ്ടിക്ക് കേട്ടുവോ, അറുത്ത് എല്ലാത്തിന്റെ ജാട തീരണം. കാളക്കുട്ടനെ കൊണ്ടുപോവല്ലേ. തീർന്നല്ലോ. ഈ പശുവിനൊന്ന് ചവിട്ടിക്കണമല്ലോ. ആ, പശുവിനെ അവിടെ കൊണ്ടുവെക്കട്ടെ, ഞാൻ വരാം. അറക്കുന്നതിന് മുമ്പ് അവനോരോ അവസരം കൂടെ കൊടുത്തകളെ. ഇതാ